അശ്വങ്ങളെ സുവർണ രഥത്തിൽ ഈ വരാഹമൂർത്തി അനന്തന്റെ മടിയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എറണാകുളം ജില്ലയിൽ മടിയിലായി ദേശത്ത് ഏതാണ്ട് 20 വർഷം പഴക്കമുള്ള അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരാഹമൂർത്തിയാണല്ലാതെ വെങ്കിടാചലപതിയുടെയും പ്രതിഷ്ഠിക്കും. ദശാവതാരത്തിൽ 3ാമത്തെ അവതാരമായ ശ്രീ വരാഹമൂർത്തിയുടെ മഹോത്സവം വൃശ്ചിക മാസത്തിലാണ്. 8 ദിവസത്തെ മഹോത്സവമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത 7ാം ദിവസം നടക്കുന്ന പ്രസിദ്ധമായ രഥോത്സവമാണ്. 1902 കൊച്ചിയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായതും റെയിൽ ഗതാഗതം ആരംഭിച്ചതും. എന്നാൽ ചെറായി ശ്രീ വരാഹ ദേവസ്വത്തിൽ അതിനു മുൻപ് മുതൽ റെയിൽപാത ഉണ്ടായിരുന്നതും 7ാം ദിവസത്തെ രഥോത്സവത്തിന് രഥം ഈ റെയിലാണ് പ്രദക്ഷിണം വെച്ച് വരുന്നതും. ക്ഷേത്രനടയുടെ പുറത്താണ് ഈ റെയിൽ സ്ഥിരമായി സജ്ജീകരിച്ചിരിക്കുന്നത്. 130 വർഷം പഴക്കമുള്ള സുവർണശോഭയാൽ തിളങ്ങുന്ന കല്ലുകൾ പതിച്ച രഥം കാലാകാലങ്ങളിൽ അതിൻ്റെ കേടുപാടുകൾ നികത്തി ഇപ്പോഴും ദേവരെ എഴുന്നള്ളിക്കുന്നു. 7ാം ദിവസം സന്ധ്യ നേരം പല്ലക്കിൽ ശ്രീ വരാഹദേവരെ എഴുന്നള്ളിച്ച് രഥത്തിൽ ഏറ്റുകയും പ്രധാന പൂജകൾക്ക് ശേഷം ആരതി ഒഴിഞ്ഞ് ഭക്തർക്ക് ദർശനം നൽകുകയും അവരുടെ വഴിപാടുകൾ സ്വീകരിച്ചതിന് ശേഷം ക്ഷേത്ര ഗോപുരത്തിന് പുറത്ത് പ്രത്യേക റെയിലിൽ രഥം പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ കാഴ്ച കാണുവാൻ ജാതിഭേദ്യമന്യേ നാനാദിക്കുകളിൽ നിന്നും ഭക്തർ വന്ന് ഭഗവാനെ ദർശനം നടത്തി സായുജ്യമടയുന്നു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് പല്ലക്കിലേറി ഭഗവാനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അകമ്പടിയോടുകൂടി എഴുന്നള്ളിക്കുന്നതോടുകൂടി രഥോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. മീനമാസത്തിൽ നടക്കുന്ന വെങ്കിടാചലപതിയുടെ മഹോത്സവത്തിന് ദേവരെ ഇത്തരത്തിൽ രഥത്തിൽ എഴുന്നള്ളിക്കും. വർഷത്തിൽ 2 മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഒന്ന് വരാഹമൂർത്തിയുടെയും രണ്ടാമത്തേത് വെങ്കിടാചലപതി മൂർത്തിയുടെയും.